നമ്മൾ ചാലക്കമ്പോളത്തിലെ ഓണപ്പൂക്കളം ഒരുക്കുന്ന പൂക്കട കണ്ടു. നമ്മൾ ഗുരുവായൂരിലെ ഈ ഉത്രാട കാഴ്ചക്കൊല സമർപ്പണം കണ്ടു. ഇനി നമ്മൾ പോകുന്നത് അങ്ങ് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട്ട് കൊണ്ടോണം. ഓണക്കോടിയും സാധനങ്ങളും പൂക്കളും ഒക്കെ വാങ്ങാൻ ഒരു ദിവസം കൂടി മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഉത്രാടപ്പാച്ചിലാണ് നമ്മളെല്ലാവരും. കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്ന് സാനിയോ മനോമി നമുക്കൊപ്പം ചേരും. തൃപ്പൂണിത്തുറയിൽ നിന്ന് അല്ലമീനുണ്ട്. തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ നിന്ന് റിനു ശ്രീധരും, ഗുരുവായൂരിൽ നിന്ന് ജെയ്സൺ ചാമോളപ്പിലും നമുക്കൊപ്പം ചേരും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഉത്രാട ദിനാശംസകളോടെ നമ്മൾ കോഴിക്കോട് പാളയം മാർക്കറ്റിലേക്ക് പോകുന്നു. സാനിയോ മനോമി, വെരി ഗുഡ് മോർണിംഗ്. ഉത്രാട ദിനാശംസകൾ. ഒപ്പം റിനു ശ്രീധർ, ഹാപ്പി ഉത്രാടം. അല്ലമീൻ, ഹാപ്പി ഉത്രാടം. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഉത്രാട ദിനാശംസകൾ നേർന്നുകൊണ്ട് സാനിയോയിലേക്ക്. സാനിയോ, പറയൂ, എന്താണ് കോഴിക്കോട്ടെ ഓണ ഒരുക്കങ്ങൾ? എവിടെ വരെ എത്തി? എല്ലാവരും ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ്. തെക്കോട്ട് രാവിലെ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് ആരംഭിക്കും. വടക്കോട്ട് എന്താണ് അവസ്ഥ? ഉത്രാട ദിനാശംസകൾ ഡോക്ടർ അരുൺകുമാർ. വടക്കോട്ടും രാവിലെ തന്നെ തിരക്ക് തുടങ്ങി എന്ന് വേണം പറയാൻ. കാരണം മാർക്കറ്റുകളൊക്കെ സജീവമായി. നമ്മളിപ്പോഴുള്ളത് പൂ മാർക്കറ്റിന്റെ സമീപത്താണ്. കുറച്ചപ്പുറത്ത് പച്ചക്കറി മാർക്കറ്റും എല്ലാം വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും രാവിലെ തന്നെ ആളുകൾ പൂ വാങ്ങാനും മറ്റും നിറയെ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് ഓണാഘോഷമാണോ? അല്ല. എന്താ പൂ വാങ്ങാൻ വാങ്ങിച്ചു? തലയിൽ വെക്കാനുള്ള പൂവും. നാളെയാണോ പ്രധാന ആഘോഷം? അല്ല, ഇന്നാണ്. അല്ല, അമ്പലത്തിൽ പോവാ. അമ്പലത്തിൽ പോവാണ്. എന്തൊക്കെയാ ആഘോഷത്തിന്? പുതിയ ഡ്രസ്സൊക്കെ എടുത്തോ? ഏതായാലും ആളുകളൊക്കെ വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലും ഒക്കെയാണ്. പുതിയ വസ്ത്രങ്ങളൊക്കെ എടുത്തു. ചേട്ടാ, പൂവിനൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ടല്ലേ? ആള് വരുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. നല്ല മാർക്കറ്റാണ്. മാർക്കറ്റ് ഇന്നലൊക്കെ നല്ല ഇതായിരുന്നു. ഇന്നിപ്പിന്നെ വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ആളെ ഇറങ്ങുള്ളൂ. ഇനി തിരുവോണത്തിനുള്ള പൂ വാങ്ങാനായിരിക്കും വരും. ഇനി തിരുവോണമാണ്. അത് ഈ പ്രാവശ്യം കുറച്ച് മത്സരമുണ്ട്. 2 ദിവസം മത്സരങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞ്. ഇന്നലെ സ്കൂൾ തലത്തിലുള്ള മത്സരങ്ങളായിരുന്നു. മിഞ്ഞാന്ന് കോളേജ് തലത്തിലുള്ള മത്സരങ്ങളായിരുന്നു. പിന്നെ ചെറിയ തോതിൽ മത്സരങ്ങൾ കുറവുണ്ട്. നമ്മളെ വയനാടിനെ ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ മാറിക്കുന്നുണ്ട്. അത് അവരത് അത് ശരിയാണ്. അതായത് വയനാട് ദുരന്തം, ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾ ഓണാഘോഷങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പൂവ് പോകുന്നതും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി പല കോളേജുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ പൂക്കള മത്സരവും ആഘോഷങ്ങളും ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഭാഗമായി നിരവധി പൂക്കളാണ് ഇവിടെ നിന്നൊക്കെ പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ആളുകൾ പൂവ് വാങ്ങാനായി പുറത്ത് കൂടുതലായി ഇറങ്ങുക. കാരണം നാളേക്കുള്ള പൂവ് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയൊക്കെയാണ് വാങ്ങുക. പൂവൊക്കെ വാങ്ങിയോ ചേട്ടാ? പൂവൊക്കെ വാങ്ങിച്ചു. ഇത് എല്ലാം പുറത്തുനിന്ന് തന്നെ വാങ്ങുന്നതാണോ? അല്ല, എല്ലാം കുറച്ച് വീട്ടിൽ നട്ടുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കുറച്ച് ഇവിടെ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിലെ പൂക്കള മത്സരമാണെന്ന്. അപ്പോൾ എവിടെയാ? CPC മെഡിക്കൽ ലബോറട്ടറി, കോഴിക്കോട് മാവൂർ റോഡ്. അതിൻ്റെ പൂക്കള മത്സരം ഇന്ന് മത്സരം ഉണ്ട്. അവർ 2-3 ഗ്രൂപ്പായിട്ട്. അപ്പോൾ അതിൻ്റെ പരിപാടി കണ്ടിട്ട് വാങ്ങിയാൽ പോവാണ്. വീട്ടിലേക്കുള്ള സദ്യക്കുള്ള സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി ബാക്കി കുറച്ച് സാധനങ്ങളൊന്ന് വൈകുന്നേരം വാങ്ങിക്കണം. എല്ലാത്തിനും പാളയെ തന്നെ വരാം. അതെല്ലാം നമ്മളെ നാളെ സ്ഥലമല്ലേ, അപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവണമല്ലോ. എങ്ങനെയുണ്ട്? വിലയൊക്കെ എങ്ങനെയുണ്ട്? വില വലിയൊരു കുഴപ്പങ്ങളൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. പിന്നെ വലിയ വില വർധനം ഉണ്ടായില്ല. വർധനം ഉണ്ടായിട്ടില്ല. പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും റിപ്പോർട്ടർ ചാനൽ അല്ലേ, റിപ്പോർട്ടർ ചാനൽ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകളാണ്. തിരിച്ചു ഓണാശംസകൾ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാൽ ശരി. ഏതായാലും ഓണാശംസകളൊക്കെ അറിയിച്ച് ചേട്ടൻ ഇങ്ങനെ പോവാണ്. ചേട്ടൻ്റെ സ്ഥാപനത്തിൽ ഇന്ന് പൂക്കള മത്സരം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും നല്ല പൂവ്, വളരെ ഫ്രഷായ പൂവ്. ഇതിനൊക്കെ എന്താ ചേച്ചി വില? അതിന് കിലോത്തിന് 150. മഞ്ഞക്കൻ 150. ഈ ഓറഞ്ചിനോ? ഓറഞ്ചിന് 80 രൂപ. ഇതിന് വില കുറവാണ്. ഭയങ്കര ഡിമാൻഡാണോ? ഇന്നലെയൊക്കെ ഡിമാൻഡായിരുന്നു. ഓക്കെ സാനിയോ, അതിനനുസരിച്ച് വില മാറ്റും. ഞാൻ സാനിയോയിലേക്ക് തിരിച്ചു വരാം.